എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 4-ാം ദിവസം. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓമാദിപരാശക്തിയേ നമ. ശ്ലോകം 4. ത്വധന്യ പാണിഭ്യാം അഭയവരദോ ദൈവതഗണ ത്വമേക നൈവാസി പ്രകടിത വരാഭീത്യഭിനയ ഭയാത്രാതും ദാതും ഫലമപി ച വാഞ്ചാസമധികം ശരണ്യേ ലോകാനാം തവ ഹി ചരണാവേവ നിപുണൗ. എന്നൂടെ പറയാം. ത്വധന്യ പാണിഭ്യാം അഭയവരദോ ദൈവതഗണ ത്വമേക നൈവാസി പ്രകടിത വരാഭീത്യ അഭിനയ ഭയാത്രാതും ദാതും ഫലമപി ച വാഞ്ചാസമധികം ശരണ്യേ ലോകാനാം തവ ഹി ചരണാവേവ നിപുണൗ. അല്ലയോ ശരണ്യേ, അല്ലയോ ദേവി എന്ന് വെച്ചാൽ എല്ലാവർക്കും ശരണം കൊടുക്കുന്ന ദേവി. അല്ലയോ 14 ലോകങ്ങൾക്കും ശരണ്യയായുള്ള ദേവി, ശരണാഗതിയായിട്ടുള്ള ദേവി, നിൻ തിരുവടി ഒഴിച്ച് മറ്റുള്ള വിഷ്ണു, ശിവൻ മുതലായ ദേവസമൂഹം കൈകളെ കൊണ്ട് അഭയത്തെയും വരത്തെയും കൊടുക്കുന്നവരാകുന്നു. എന്ന് വെച്ചാൽ വരദായകരാണ് മറ്റുള്ള ദേവതമാർ. കൈകൾ കൊണ്ട് അഭയത്തെയും വരത്തെയും കൊടുക്കുന്നു. വിഷ്ണു, ശിവൻ മുതലായ ദേവസമൂഹം അവർ ഭക്തന്മാർക്ക് അഭയത്തെയും വരത്തെയും കൊടുക്കുന്നത് കൈകൾ കൊണ്ടാണ്. എന്നാൽ ദേവി ഒരാൾ മാത്രം കൈകൾ കൊണ്ട് വരമുദ്രയെയും അഭയമുദ്രയെയും അഭിനയിച്ച് ആയിരിക്കുന്നില്ല. എന്നുവെച്ചാൽ കൈകൊണ്ട് അഭയത്തെയും വരത്തെയും കൊടുക്കുന്നില്ല, ദാനം ചെയ്യുന്നില്ല. എന്നാൽ എന്താ ചെയ്യുന്നത്? നിൻ തിരുവഴിയുടെ ചരണങ്ങൾ തന്നെ ഭക്തന്മാരെ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും അവർ ആഗ്രഹിക്കുന്നതിൽ നിന്നും അധികമായ ഫലത്തെ കൊടുക്കുന്നതിനും സമർത്ഥങ്ങളായി ഭവിക്കുന്നു. എന്ന് വെച്ചാൽ ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ദേവി അങ്ങനെയുള്ള ഭക്തന്മാരെ ദേവി ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അതുപോലെ അവരാഗ്രഹിക്കുന്നതിൽ അധികമായ ഫലത്തെ കൊടുക്കുന്നതിനും ശക്തിയുള്ളവളായി ഭവിക്കുന്നു. അവിടുത്തെ ചരണകമലങ്ങൾ, ദേവിയുടെ ചരണകമലങ്ങൾ തന്നെ അഭയവരദാനങ്ങളെ ചെയ്യുന്നതിന് ഏർപ്പെട്ടിരിക്കുന്നതാണ്. ഇതര ദേവന്മാർ കൈകളെ കൊണ്ട് ചെയ്യുന്നത് നിൻ തിരുവടി പാദങ്ങളെ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ മഹിമ വെളിപ്പെടുന്നു. മറ്റുള്ള ദേവന്മാർക്ക് ഭക്തന്മാരുടെ വിഷയത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഓരോ ഫലങ്ങളെ കൊടുക്കുന്നതിനേ ശക്തിയുള്ളൂ. സാക്ഷാൽ പരദേവതയ്ക്കാകട്ടെ ധർമ്മ, അർത്ഥ, കാമ മോക്ഷങ്ങളെയും ഒരുമിച്ച് കൊടുക്കുന്നതിന് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ദേവി അഭയവരദ മുദ്ര, കൈകൾ കൊണ്ടുള്ള അഭയവരദ മുദ്രയൊന്നും ദേവിക്കില്ല. ദേവി എന്താ ചെയ്യുന്നത്? തൻ്റെ പാദധൂളികൾ കൊണ്ട് തൻ്റെ പാതാരവിന്ദങ്ങളെ അഭയം പ്രാപിക്കുന്ന ഭക്തർക്ക് തൻ്റെ പാദധൂളികളെ കൊണ്ടാണ്, പാദങ്ങളെ കൊണ്ടാണ് ദേവി രക്ഷിക്കുന്നതും അവരെ ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ അധികമായ ഫലത്തെ അവരാഗ്രഹിക്കുന്നതിലും കൂടുതൽ ഫലത്തെ കൊടുത്ത് അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെയും ഒരുമിച്ച് കൊടുക്കുന്നതിനും ദേവി ശക്തയാണ്, ദേവി ശക്തിയുള്ളവളാണ്. അപ്പം ദേവി കൈകൾ കൊണ്ട് എല്ലാ ദേവീദേവന്മാരും മറ്റെല്ലാ ദേവതാഗണങ്ങളും എന്ത് ചെയ്യുന്നു? തങ്ങളുടെ കൈകളിലാണ് അഭയത്തെയും വരത്തെയും. നമുക്കറിയാം അഭയമുദ്രയും വരമുദ്രയും ഒക്കെ കൈകളിലുള്ള ദേവതകളെ. അപ്പം അങ്ങനെ ഈ ദേവി മഹാത്രിപുര സുന്ദരി എന്ത് ചെയ്യുന്നില്ല? ദേവി കൈകൾ കൊണ്ടല്ല, കൈകളിലെ മുദ്രയിൽ കൂടെ അല്ല ദേവനും ഭക്തർക്ക് അഭയം കൊടുക്കുന്നത്. ദേവിയുടെ ചരണങ്ങൾ തന്നെയാണ്. ദേവിയുടെ ചരണങ്ങൾ തന്നെ ഭക്തന്മാരെ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും അവർ ആഗ്രഹിക്കുന്നതിലധികമായ ഫലത്തെ കൊടുക്കുന്നതിനും സമർത്ഥങ്ങളായി ഭവിക്കുന്നു. എന്ന് വെച്ചാൽ ശക്തിയുള്ളവളാകുന്നു. ഇപ്പം ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടയുക,
ദേവി നമുക്ക് വേണ്ടതെല്ലാം തന്നെ തരും. നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കുന്നു. നമുക്ക് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതെല്ലാം ദേവി ഒരുമിച്ച് തരുന്നു. അപ്പം അങ്ങനെയുള്ള ദേവിയുടെ പാതാരവിന്ദങ്ങളെ നമുക്കും നമിക്കാം, പാതാരവിന്ദങ്ങളെ നമുക്കും സ്തുതിക്കാം. ത്വധന്യ പാണിഭ്യാം അഭയവരതോ ദൈവതഗണ ത്വമേക നൈവാസി പ്രകടിത വര അഭീത്യ അഭിനയാം ഭയാത്രാതും ദാതും ഫലം അഭി ച വാഞ്ചാസം അധികം ശരണ്യേ ലോകാനാം തവഹി ചരണൗ ഏവ നിപുണവും. എല്ലാവർക്കും മഹാത്രിപുര സുന്ദരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.